ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ജൂൺ 27 ഡോണിൻ്റെ ബർത്ത്ഡേയുടെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് കുറേ വിശേഷങ്ങളൊന്നുമില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അന്ന് രാവിലെ എവിടേക്കെങ്കിലും പോകണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഈ കുട്ടി പട്ടാളങ്ങളും കൊണ്ട് പോണ കാര്യം ഇത്തിരി പ്രശ്നമാണ്. കാരണം ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് ഇരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റില്ല. അവർ ഒന്നുമല്ലാത്തൊരു പ്രായമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പുറത്തേക്ക് പോണത് അല്ലെങ്കിൽ ട്രിപ്പ് പോണ പരിപാടി അങ്ങോട്ട് നിർത്തി വെച്ചേക്കാട്ടോ. ഇനി ഒന്ന് അവരൊന്നും മുതിരുമ്പോൾ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് ഇപ്പോൾ ഇന്ന് മൊത്തം ഞങ്ങൾ പുറത്തുനിന്നാണ് പ്ലാൻ ചെയ്തിരിക്കണത്. എല്ലാവരും ഇന്ന് സമാധാനത്തിൽ എണീറ്റാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ കുട്ടികൾക്ക് ക്ലാസ്സും ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളും ഇല്ല. അപ്പോൾ കുട്ടികൾ 2 പേര് പള്ളിയിലൊക്കെ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ച് വരുമ്പോൾ വന്ന് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ചായ മറ്റേ വടയും ദോശയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത് അതൊക്കെ കഴിച്ച് ഞാൻ നല്ലോണം ലേറ്റായിട്ടോ ഒന്ന് എണീക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു ഞാൻ 10 മണിയൊക്കെ പറയും തോന്നുന്നുണ്ട് ഞാൻ എണീക്കുമ്പോൾ. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ. അങ്ങനെ ഞാൻ പതിവുപടി ഇപ്പുറത്തേക്ക് വന്ന് ഫസ്റ്റ് ഞാൻ ഈ തുണികൾ മടക്കലാണ് ഇപ്പോൾ എൻ്റെ മെയിൻ പണി കേട്ടോ. ഫുൾ ഉണങ്ങി കിട്ടി. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താ പറയുക ഉണങ്ങാനായിട്ട് എളുപ്പമുണ്ടല്ലോ. അങ്ങനെ ഞാൻ അതെല്ലാം കഴിച്ച് തുണികളൊക്കെ മടക്കി അതാത് സ്ഥാനങ്ങളിൽ കൊണ്ടുവച്ച് പിന്നെ ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് 3 പേരും അതിന് വേണ്ടിയിരുന്നു. കാരണം ഇന്ന് പ്രത്യേകിച്ച് വേറൊരു പണിയും നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്തായാലും പുറത്തേക്ക് എവിടെയും പോകില്ല. പിന്നെ കുട്ടികളെ നോക്കുക എന്നുള്ളത് തന്നെ വലിയൊരു പണിയാണ്. കുട്ടികളെ നോക്കാനുള്ള പണിയല്ല, അവർ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ എത്ര നേരം എന്ന് വെച്ചിട്ടാണ് നമ്മൾ അകത്തിടുക. ഇവർ മുറ്റത്തേക്ക് ഇറങ്ങും. മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നത്തെ പണി എന്താ വെച്ചാൽ ടാപ്പിൻ്റെ അടിയിൽ പോവുക. ദിവസത്തിലൊരു 3-4 പ്രാവശ്യം ഡ്രസ്സ് മാറുക, അല്ലെങ്കിൽ ആ ചളിയിൽ കിടന്ന് ഉരുളുക. ഇതൊക്കെയാണ് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടികൾ കേട്ടോ. അല്ലാണ്ട് കുറുമ്പെന്നില്ല, അവർ അവിടെ പോയി വെള്ളം തലയിലൊഴിച്ച്. അപ്പോൾ ഇപ്പോൾ അസുഖം വരാനായിട്ട് പെട്ടെന്ന് എളുപ്പമുള്ള ഒരു സാഹചര്യമാണിത്. മഴയും വെയിലും വെള്ളവും നീർവീഴ്ചയൊക്കെ ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ റോബോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലേക്ക് പോകാനായിട്ട് ഒരിത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡാഡി അതൊന്ന് ഉയർത്തി വയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഉയർത്തി വയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു അത്രയും പോരാന്നുള്ളത്. ഇപ്പോൾ എന്തായെന്ന് വെച്ചാൽ ഇവൻ കയറുമ്പോൾ അവിടെ തടഞ്ഞ് നിൽക്കണം. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി എങ്ങനെ വെച്ചതുള്ളത് ഞാൻ കാണിക്കാം. ഇനിയിപ്പോൾ തൽക്കാലം ആ ബുഷ് മാറ്റിയിട്ട് വേറെ കുറച്ചും കൂടെ ഒന്നെങ്കിൽ ഉയരമുള്ള ബുഷ് അല്ലെങ്കിൽ പണ്ടത്തെ പോലെ താഴ്ത്തിയിടണം. ഇത് കാരണം ഇടയിൽ ഇങ്ങനെ പെട്ട് കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പോൾ ഞാൻ വേഗം പാക്ക് ചെയ്യാനായിട്ടിരുന്നു. നമ്മളുടെ പതിവ് പോലെ നിങ്ങൾ കണ്ടിട്ടുള്ള വളകളൊക്കെ തന്നെയാണ്. കണ്ടമാനം പുതിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എനിക്കതൊന്നും അതിൻ്റെ അനുസരിച്ച് വീഡിയോ ഇടാനോ എടുക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം. കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ നമുക്ക് എന്തെങ്കിലും ഒരു സൗകര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് പാക്കിങ്ങിനുണ്ടായിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളുടെ 3 പേരുടെയും ഭംഗിയായിട്ട് അതാത് സ്ഥാനത്ത് കഴിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസം ഞങ്ങൾക്ക് 3 പേർക്കും കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് മന്തിയാണ്. കുറേ നാളായിട്ടുണ്ടായിരുന്നു മന്തി വാങ്ങിയിട്ട്. അപ്പോൾ മന്തി വാങ്ങി അതിന് കൂടെ ഉള്ള പെരിപ്പിരിയടി ഞാൻ തോന്നുന്നുണ്ട് നല്ല ചൊടിയുള്ള ചിക്കനുമായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കനും മന്തി ഇഷ്ടം പോലെ റൈസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിൽ സ്പെഷ്യൽ മറ്റേ ചിക്കൻ മാത്രം വാങ്ങിയിട്ട് ഈ റൈസ് എടുക്കുക ചെയ്ത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണാം. അപ്പോൾ അങ്ങനെ ചിക്കൻ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ കഴിക്കുമ്പോഴും ഇറച്ചി എടുത്തിട്ട് ബാക്കി സംഭവം എനിക്ക് ചിക്കൻ്റെ ഇറച്ചി ഇങ്ങനെ എല്ലില്ലാത്ത സംഭവം എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ അവരുടെയൊക്കെ ഇത് കഴിക്കാം. അപ്പോൾ അതിന് കൂടെ ഒരു BDF കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത് പാക്കിങ്ങിനിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മളിത് കാണിച്ചതാണ്. അപ്പോഴേക്ക് ഓർഡറായി. അപ്പോൾ അത് വേഗം പാക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തലേ ദിവസം കാണിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ പാക്ക് ചെയ്യണ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും നല്ല എൻക്വയറി ഉണ്ടായിരുന്നു. നല്ല എന്താ പറയുക, കിട്ടിയവരൊക്കെ നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. ചില കുട്ടികൾ ഇട്ടിട്ട് ഫോട്ടോ അയക്കും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. വല്ല 1000-1 ഒക്കെയാണ് എന്തെങ്കിലും ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം പറയുക. ബാക്കിയൊക്കെ നമുക്ക് നല്ല നല്ല കമൻസും കാര്യങ്ങളാണ് കിട്ടുക കേട്ടോ, അഭിപ്രായങ്ങൾ. അപ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയും, ഇങ്ങനെ ഇട്ടിട്ടൊക്കെ അയച്ചു തരുമ്പോൾ ഞാൻ പറയും എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പിള്ളേർസ് ഉച്ചൽ തുറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് അവർ കളി തുടങ്ങി. അപ്പോൾ നമ്മുടെ ചാക്കോച്ചന് ഞാൻ പറയായിരുന്നു ഈ ഡ്രസ്സ് നല്ല രസമുണ്ടെന്ന്. കോഡ് സെറ്റ് 3 പേർക്കും കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മറ്റേ സമ്മർ വെക്കേഷന് പോകാനായിട്ട്, സമ്മർ ക്യാമ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ
തോമുൻ്റെ ഡ്രസ്സാണ് ചാക്കോച്ചി ഇട്ടേക്കുന്നത്. പക്ഷെ അവന് അങ്ങനെ ലൂസായിട്ട് ഡ്രസ്സ് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ മുടിയൊക്കെ വലുതായി സെറ്റായപ്പോൾ നല്ല മിടുക്കനായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ കളിയാണ്. അപ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി. അപ്പോൾ ഉഷാറായിട്ട് കളിക്കാൻ പറ്റും. എന്നാലും ചളി കുറച്ചുണ്ട്. ഇനി ഒന്ന് അടിച്ച് കഴുകിയാലത് പോവുള്ളൂ. ഇന്ന് പിന്നെ അതിനൊന്നും മെനക്കെട്ടില്ല കേട്ടോ. അങ്ങനെ ഉച്ച തിരിഞ്ഞ് പാദസരവും കാര്യങ്ങളൊക്കെ ഡാഡി പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതൊക്കെ ഒതുക്കുകയാണ്. ഇപ്പോൾ ഈ ആഴ്ച മൊത്തം പാദസരങ്ങളാണ് പോയത്. കാരണം ഞാൻ സ്റ്റാറ്റസ് ഇട്ടത്, ഞങ്ങൾ 3 പേരും സ്റ്റാറ്റസ് ഇട്ടത് പാദസരങ്ങളാണ്. കാരണം ഒക്കെ പുതിയ നല്ല നല്ല വെറൈറ്റി പാദസരങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുവിധം എന്താ പറയുക, ഒക്കെ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. 1-2 പേർക്ക് മാത്രമേ എനിക്കത് സെൻഡ് ചെയ്യാൻ പറ്റാത്തുള്ളൂ. ബാക്കിയൊക്കെ പ്ലേറ്റ് ചെയ്ത് വന്ന് അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ 3 ആളുടെയും കളി. അപ്പം ഞങ്ങൾ ശരിക്കും 1 മണിക്കൂറോളം അവർ നാത്തൂനും കൂടി പുറത്തിറങ്ങി നിന്നു. കാരണം ഒരാൾ അവരുടെ ഇടയിൽ നിൽക്കണം, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. കണ്ണ് തെറ്റിയാൽ അപ്പം ടാപ്പ് തുറന്നിട്ടിട്ട് നനയ്ക്കും. 3 ആളുടെയും പണിയാണ്. എന്നിട്ടും ഇപ്പോൾ ഇത്തിരി കഴിയുമ്പോൾ കാണാം നിങ്ങൾക്ക് ഈ കണ്ണ് വെട്ടിച്ചിട്ട് പോയിട്ട് നനച്ചിട്ട് വന്നത്. അതിൻ്റെ ലീഡർ പാച്ചുവാണ് കേട്ടോ. പാച്ചുവാണ് മുമ്പ് പോവുക. പാച്ചു എടുത്ത് കമത്തി കൊടുക്കും. അപ്പോൾ ചാക്കോച്ചൊരു നനഞ്ഞതേ കണ്ടു, നനഞ്ഞു വന്നേക്കണണ്ട. തോമുദേ ഓൾറെഡി നനഞ്ഞ് കുതിർന്ന് ഷർട്ട് ബനിയൻ ഊരി, മറ്റാളതേ ഊരാൻ റെഡി ആയിട്ട് നിൽക്കണം. എത്ര വഴക്ക് കിട്ടിയാലും ഒരു കാര്യമില്ല, അടിയൊക്കെ കിട്ടും, ഒരു രക്ഷയില്ല. അങ്ങനെ അവർ കയറി കുറച്ച് നേരം ഇതിനകത്തിരിക്കട്ടെ. എന്നിട്ട് ഒരാളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി മറ്റവർ 2 പേര് ടിവിയുടെ മുമ്പിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ചാക്കോ നനഞ്ഞിട്ടൊന്നുമില്ല, ഇന്ന് തോമുമാണ് നനഞ്ഞത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളുടെ പണികൾ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാറില്ലേ, കുറേ സമയം നമുക്ക് ഇതിൻ്റെ പിന്നാലെയാണ്. അത് കഴിഞ്ഞ് ഞാനിതിൻ്റെ ഇടയിൽ പട്ടികൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞ് തുണികളൊക്കെ അകത്തേക്ക് എടുത്തിട്ട് ഒരുവിധം എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു കിടക്കട്ടെ, രാവിലെ പതിവ് പോലെ മടക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡോണിൻ്റെ വരണേന് മുമ്പ് ബലൂണൊക്കെ കെട്ടി ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കത് മസ്റ്റാണ്. നമ്മൾ പണ്ട് തൊട്ടേ ഉള്ളൊരു ശീല, കുട്ടികളുടെ 1 വയസ്സ് തൊട്ട് ഉള്ളൊരു ശീല. ഞങ്ങളുടെ ചെറുപ്പത്തിലും ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. കാരണം സ്കൂളിലൊക്കെ പോവുകയും എടുക്കുകയും ഒക്കെ വേണ്ടി സ്കൂളിൽ നിന്ന് ഈ മിഠായി കൊടുക്കലൊക്കെ ഉള്ള കാരണം കുഞ്ഞിലേ തൊട്ടുള്ള ശീല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മാത്രമല്ല, എൻ്റെ ഇവിടെ ചേച്ചിമാരുടെ വീട്ടിലായാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരവിടെ അത് കെട്ടാൻ നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും ഒന്ന് വെക്കാം വിചാരിച്ചിട്ട് ഞാൻ ചായ വെച്ചായിരുന്നു കേട്ടോ. ചായ ഡിംപിളാന്ന് തോന്നുന്നുണ്ട്, ഇന്ന് കോഫിയാണ് വെച്ചത്. ഇപ്രാവശ്യം വാങ്ങിയ കാപ്പിപ്പൊടി വലിയ സുഖമില്ല കേട്ടോ, വലിയ രസമില്ല. അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ് പൗഡർ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു പായസം വയ്ക്കാം. നാളെ തന്നെ പാച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് അന്ന് പായസം വയ്ക്കാണ്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വെച്ചത്. കാരണം കേക്കും മധുരമൊക്കെ ആയിട്ട് ഇത് ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് പായസം വയ്ക്കാം. പിന്നെ ഡയോണൊക്കെ അവിടെ വന്നിട്ടുള്ളതല്ലേ, അപ്പോൾ അവർക്കും കൂടി കൊടുക്കാമല്ലോ, വല്ലപ്പോഴൊക്കെയല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പായസം വയ്ക്കാൻ നിന്നു. അപ്പോൾ പായസം വേറെ ഒന്നുമല്ല, റെഡിമെയ്ഡ് തന്നെ. ഞാൻ സ്ഥിരം മറ്റേ ഇൻസ്റ്റൻ്റാണ് വാങ്ങിക്കുക കേട്ടോ. എനിക്കതാണ് കുറച്ചും കൂടിയും ലാഭം കൂടി തോന്നിയിട്ടില്ല. എക്സ്ട്രാ നമ്മൾ വേണമെങ്കിൽ വല്ലതും ഇടാമെന്ന് മാത്രം. അങ്ങനെ ഞാൻ ആ പായസം വെച്ച് ഇവിടെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള കാര്യങ്ങൾ ഡിവൈൻ്റെ ഇതിൽ കാണാം കേട്ടോ. ഇത് ജസ്റ്റ് ഡിംപിൾ എടുത്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ഫോട്ടോസല്ല എടുത്തത്, ഞാൻ കുട്ടിക്കുറുമ്പന്മാരുടെ കാര്യങ്ങളാണ് കേട്ടോ മൊത്തം എടുത്തത്. ഇതെങ്ങനെയോ അറിയാണ്ട് വന്നതാണ്. പക്ഷേ സാരമില്ല, നിങ്ങൾക്ക് നാളെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈൻ്റെ വീഡിയോയിൽ കംപ്ലീറ്റ് ബർത്ത്ഡേയുടെ ഫുൾ കാര്യങ്ങൾ കാണാം. അപ്പോൾ അതല്ലേ നല്ലത്. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ബാക്കിയുള്ള കുട്ടികളുടെ കുസൃതികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കേക്ക് കൊണ്ട് വെച്ച് കുറേ പാടുപെട്ടിട്ടാണ് അതുമ്പോൾ തൊടിയിക്കാണ്ട് നിന്നത്. ഇവരൊക്കെ ഇവിടെ തൊടി കുട്ടികളല്ലേ, അവർക്ക് ഇതിനെപ്പറ്റി പിന്നെ നമ്മൾ പറയില്ലേ തിന്നോനെ കൊതി അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് എപ്പോഴും ഈ കേക്കും ഈ ക്രീമും കണ്ട് കേക്ക് കൊണ്ട് വെച്ചാൽ അതുമെന്ന് ഇങ്ങനെ തോണ്ടി വായയിൽ വെക്കില്ല ഇവരുടെ മെയിൻ പണി കേട്ടോ. അങ്ങനെ ഞങ്ങൾ എനിക്ക് തോന്നുന്നു 8:30 ആയിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യുമ്പോൾ. ഫുഡ് ഇതുപോലെ ഓർഡർ ചെയ്തേക്കാണ്. റൈസ് ഓൾറെഡി ഉണ്ട്, അപ്പോൾ അതിന് സൈഡ് എന്തെങ്കിലും മതി. അപ്പോൾ അത് വേറൊന്നും വെക്കാൻ മടിയായിട്ടൊന്നുമല്ല. ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പുതുമ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട്. മറ്റേത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പുറത്തേക്ക് ഒന്നിച്ച് പോകാറ് പതിവ്. പക്ഷേ മഴയും ഈ കുട്ടികളെയും കൊണ്ട് ഒരിക്കലും പറ്റണില്ല. അപ്പോൾ ഹൈ ചെയറിലാണ് മുമ്പ് ഇവരെ ഇരുത്താറ്. ഇപ്പോൾ ഹൈ ചെയറിൻ്റെ പരുവം മാറി. അങ്ങനെ വരുമ്പോൾ ഈ 2 പേരെ നോക്കണം. ചെറിയ ആളെ പിന്നെ ഹൈ ചെയറിൽ ഇരുത്താമെന്ന് വയ്ക്കാം. അപ്പോൾ മൊത്തത്തിൽ ഭയങ്കര പ്രശ്നം. ഇവർ തിന്നൂല്ല. ഇവർ കയറുമ്പോൾ തന്നെ ഐസ്ക്രീം കാണുമ്പോൾ അവർക്കത് ഐസ്ക്രീം മതി. പിന്നെ അത് ആകെ മേത്താക്കലായി ബഹളമായി. അപ്പോൾ നമുക്കും സ്വസ്ഥതയിൽ കഴിക്കാൻ പറ്റില്ല, അവർക്കും അവരുടെ പതിവ് ഉള്ള കാര്യങ്ങൾ വിട്ട് ഡിസോർഡർ ആകുമ്പോൾ അവർക്കും എന്തെങ്കിലും പ്രശ്നം വരണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ മാക്സിമം അങ്ങനത്തെയൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ
അകത്തേക്ക് ആകുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് അത് കൊടുക്കാണ്ടിരുന്നാൽ പോരാ, അവർക്ക് അവരുടേതായ ഫുഡും കാര്യങ്ങളും കൊടുത്ത പരിപാടി കഴിഞ്ഞല്ലോ. അങ്ങനെ വേഗം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഞാൻ സാധാരണ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കാശ് ഞാനും ഡാഡിയും എമൗണ്ട് അവർക്ക് കൊടുക്കാറ് പതിവ്. അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ പേ ഉള്ള കാരണം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം കുട്ടികളൊക്കെ വലുതായി, കുഞ്ഞു മക്കളാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം. ഇപ്പോൾ വലിയ കുട്ടികളാകുമ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അവരുടെ പ്രായത്തിനേക്കാൾ ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സാധനം ഓൾറെഡി അവരുടെ കയ്യിലുണ്ടാവും. ഡ്രസ്സ് പോലും ഇപ്പം ഞാൻ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും എമൗണ്ട് ഞാനും ഡാഡിയും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. അവരതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞങ്ങളുടെ പേരിൽ അവർ വാങ്ങിക്കുകയോ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് പതിവ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എവിടെ ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞാലും നമ്മളുടെ ഇപ്പോൾ കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളൊരു സന്തോഷമാണത്. അപ്പോൾ അത് ചിലർക്കുണ്ട്, വാങ്ങിക്കാൻ മാത്രമേ അറിയുള്ളൂ, അവരാരും കൊടുക്കാറില്ല. പക്ഷെ അത് ഭയങ്കര മോശമാണ്. അതെന്ന് വെച്ചിട്ട് വലിയ സമ്മാനത്തിൻ്റെ കാര്യമല്ല കേട്ടോ പറയണത്. കുഞ്ഞു മക്കളുടെ ബർത്ത്ഡേ ഇപ്പോൾ നമ്മളുടെ വീട്ടിലിപ്പോൾ ഒരു ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ കുട്ടികൾക്ക് ഒന്നെങ്കിൽ ഒരു കേക്ക്, അല്ലെങ്കിൽ ഒരു പാവ, അല്ലെങ്കിൽ ഒരു മിഠായി, എന്തെങ്കിലും ഒന്ന് അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവർക്ക് എന്നും ഓർക്കാനായിട്ട് എൻ്റെ ഒരു വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് ഇതാ ഇന്നാൾ തന്നതാണിത്. അപ്പോൾ ഇത് പുറത്തത്തെ ആൾക്കാരല്ല പറയണേ, നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഡിംപിളിനോടും ഡോണിനോടും പറയും, നിങ്ങളുടെ ബർത്ത്ഡേകൾ വരുമ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും കൂടെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. കുട്ടികളുടെ ബർത്ത്ഡേ വരുമ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു 100 രൂപയുടെ ഒരു പാവയായാലും മതി, അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ വണ്ടി ആയാലും മതി, അല്ലെങ്കിൽ ഒരു ജോഡി ചെരുപ്പായാലും മതി, അല്ലെങ്കിൽ ഒരു ടീഷർട്ട് മതി. ഇപ്പോൾ ഇഷ്ടം പോലെ 100 രൂപ തൊട്ട് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ സമ്മാനത്തിന് വിലയല്ല പ്രാധാന്യം, ആ കിട്ടുന്ന ആ ഒരു ചെറിയ എന്താ പറയുക, കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. എനിക്കത് ശീലമുള്ളത് കൊണ്ട് എനിക്ക് കൊടുക്കാനും ഞാൻ കുട്ടികളെ നിർബന്ധിക്കാറുണ്ട്. എന്താ പറയുക, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യണമെന്ന് പറയും. പുറമേ ഉള്ളവരുടെ കാര്യം ഞാൻ പറയില്ല, നിങ്ങളുടെ പരസ്പരം സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ മക്കൾക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണമെന്ന് പറയട്ടോ. അത് ഇതുവരെ നടന്നിട്ടുണ്ട്, നാളെയും അവരത് ഇപ്പോൾ ഇവർ കാണിക്കുന്നതാണല്ലോ കുട്ടികൾ കാണുക, അപ്പോൾ കുട്ടികളും അത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമാണ്. നിങ്ങളും അങ്ങനെ നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞ് ശീലിപ്പിക്കണം. പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, മക്കൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ആങ്ങളയ്ക്ക് അല്ലെങ്കിൽ കുട്ടിക്ക് ഒക്കെ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ കേക്കും പായസവും കുറേശ്ശെ എടുത്തിട്ട് ഞാൻ അക്കിക്ക് കൊടുത്തയച്ചു. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇന്നലെ കെസ് ബേബിക്കുള്ള ക്യാൻഡിൽ തരാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ആളാം വീതം തന്നു, പക്ഷേ കെസ് ബേബിക്ക് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത് എൻ്റെ ഡോണിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതെ അവൻ കൊണ്ടുവന്ന ക്യാൻഡിൽ ഭയങ്കര സെൻറ്റഡ് ക്യാൻഡിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുമെങ്കിലും അവൻ കൊണ്ടുവന്നപ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് ഓർത്ത് കൊണ്ടുവരുമ്പോൾ. അപ്പോൾ ഇത് നമ്മളുടെ ഡിംപിൾ കൊടുത്തത് ഗിഫ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾക്ക് നാളെ ഡിവൈൻ്റെ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാം എന്താണ് ഏതാണ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പരിപാടികൾ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഓരോ വശത്ത് ഇരുന്നു കുട്ടികളുടെ ടി വി കാണുക, അങ്ങനെയുള്ള പരിപാടികൾ. അപ്പോൾ അതുവരെയുള്ള പാത്രങ്ങൾ നമുക്ക് എങ്ങനെ നീങ്ങിയാലും പാത്രങ്ങൾ കുറച്ച് അങ്ങോട്ടും കൂടെ ഒക്കെ കഴുകാനുണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം എന്ന് പറഞ്ഞിട്ട്, കാരണം കേക്കും കഴിച്ചു, പിന്നാലെ പായസവും കുടിച്ചു. അപ്പോൾ കേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ച കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് മധുരം വളരെ കുറവായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാരണം ഇപ്പോൾ എപ്പോഴും കുറേ മധുരം കഴിക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നമല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. പിന്നെ അക്കിക്ക് കൊടുക്കുമ്പോഴും ഷുഗർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടാവാന്നുള്ള ധാരണയിൽ ഷുഗർ ഫ്രീ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ക്രീമിൽ മാത്രം കുറച്ച് മധുരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം, പിള്ളേർസൊക്കെ അപ്പുറത്താണ്, ഞങ്ങൾ മാത്രമാണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഫുഡൊന്നും അധികം കൊടുക്കാറില്ല, അവർക്കത് ശീലവും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരവിടെ ഇരുന്ന് അവർക്ക് ഇത് കാണുമ്പോഴും അങ്ങനെ വേണം എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. അപ്പോൾ അവർക്ക് അവരുടേതായ ഭക്ഷണവും കാര്യങ്ങളും കൊടുത്ത് അവരവിടെ കളിയാണ്. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, സ്വസ്ഥമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് മാത്രം. അങ്ങനെ അവരുടെ എന്താ പറയുക, കളിയും ബഹളവും കാര്യങ്ങളും ഒക്കെ നേരത്തോടെ കഴിച്ച് ഞാൻ രാത്രി എങ്ങനെയാ വെച്ചാൽ അധികം ഇതിന് ഇരുന്നില്ല. ഡാഡി ആയാലും ഞാൻ പറഞ്ഞു വേഗം കിടന്നു. കാരണം ഇനി മധുരം എങ്ങനെ വന്നാലും ഒരു പീസ് കേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ ഒരു ഗ്ലാസ് പായസം ഒക്കെ കുടിക്കുമ്പോൾ മധുരം തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം കിടന്നുറങ്ങാം എന്ന് പറഞ്ഞ് ഞങ്ങളിത് കിടക്കാനായിട്ട് റെഡിയായി. അപ്പോൾ ഇവിടെ ഓരോരുത്തർ ഓരോ കളികളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എന്താ പറയുക, ഈ സമയമാണ് ഞാൻ പറയാറില്ല എപ്പോഴും ബഹളവും കാര്യങ്ങളൊക്കെയുള്ള സമയം. അങ്ങനെ അത് കഴിഞ്ഞ് ഒരാൾ പാത്രം കഴുകാൻ നിന്നു, മറ്റാൾ റോബോട്ടിനെ റെഡിയാക്കുകയാണ്.
കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം അതിനെ ഇറക്കി വിടാനായിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഡിവൈൻ അതിനുള്ള പരിപാടികൾ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില സമയത്ത് ഈ എന്തിൻ്റെങ്കിലും അടിയിലൊക്കെ വല്ലതൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. ഇതിപ്പോൾ ഇവർ ഒളിച്ച് കളിക്കുകയാണ്. ഡിംപിൾ പേടിപ്പിച്ചപ്പോൾ തോമ് തെറിച്ച് വീണു കേട്ടോ. ഭയങ്കര തമാശയാണ്. ഇവിടെ ഫുൾ ടൈം ഒളിച്ച് കളിയും പേടിപ്പിക്കലൊക്കെ. അപ്പോൾ ഇത് നമ്മൾക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ള മറ്റേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. ഭയങ്കര വില കുറവാണ്. എന്താ പറയുക, നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്ത് ചോദിക്കുമ്പോഴറിയാം. നമ്മളെങ്ങനെയാ വെച്ചാൽ വില പരസ്യമായിട്ട് ഇടാത്തത് കുറേ പേര് ചോദിച്ചു അതെന്താണ് എന്നുള്ളത്. അപ്പോൾ ഇത് കുട്ടികളുടെ കയ്യിലുള്ള ഐറ്റമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള എന്താ പറയുക ഇപ്പോഴത്തെ ട്രെൻഡിങ് പാറ്റേൺസാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എന്നോട് ചോദിച്ചാലും മതി. ഞാൻ അവർക്ക് എന്താ പറയുക അവരോട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒക്കെ ഒന്നിനൊന്ന് മെച്ചാണ്. ഈ പറഞ്ഞ പോലെ ഭയങ്കര വിലയുള്ള സംഭവമൊന്നുമല്ല, നല്ല ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ഇവർക്കുള്ള പരിപാടികൾക്കായിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ടായിരുന്നു കേട്ടോ. കുട്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ സ്വതവേ വിചാരിക്കാറുണ്ട് ഞാൻ എൻ്റെ ബാക്കിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കണം എന്നുള്ളത്. കാരണം ഇന്ന് ഒരു കുട്ടി, സാധാരണ നമുക്ക് യൂസർ ചേച്ചിമാർ കുറേ പേരുണ്ട്, അവരുടെ വഴിക്ക് ഞാൻ വിട്ടിട്ടില്ല. അത് നമുക്ക് നോക്കാം. കുറേ പേര് എന്നോട് ഓരോ അഭിപ്രായങ്ങൾ പേഴ്സണലി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അതവിടെ നിൽക്കട്ടെ. ഇന്ന് ഒരു കുട്ടിക്ക് ഭയങ്കര വിഷമം. കാരണം നമ്മളുടെ ബാക്കിൽ ഭയങ്കര വൃത്തികേടാണ്. കിച്ചൻ്റെ ബാക്ക് മുഴുവൻ ഞാൻ ആ കമൻറ്റ് വായിക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ നാളെ പറ്റിയെങ്കിൽ ഞാൻ ഫുൾ ആ കമൻറ്റും കാര്യങ്ങളായിട്ട് ഞാനൊരു വീഡിയോ തന്നെ ഇടാം. കാരണം എനിക്കും ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു സംഭവം നിങ്ങളെ കാണിക്കണമെന്ന്. അപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡ് മുഴുവൻ ചളിയാണ്. ആ ചളിയിൽ അത്രയും വൃത്തികേടാത്രേ നമ്മുടെ വീടിൻ്റെ ബാക്ക്. അപ്പോൾ അതിലാണ് ഈ പട്ടികളെ ഞാൻ വളർത്തുന്നത്. അപ്പം നിങ്ങൾക്ക് അവരോട് ഇത്രയും ദ്രോഹം ചെയ്യാണ്ട് എന്താ പറയുക, അവരെ ഇഷ്ടമുള്ളവർക്ക് കൊടുത്തൂടെ, അല്ലെങ്കിൽ അവരോട് ഇത്തിരി ദയ കാണിച്ചൂടെ? അത്രയും മോശമായ സിറ്റുവേഷനിലാണ് ഈ വീട്ടിൽ പട്ടികൾ വളരണത്. ഞാൻ ആദ്യമായിട്ട് സത്യം പറഞ്ഞ് ഞാനിതിങ്ങനെ കമൻറ്റ് ഇങ്ങനെ വായിച്ച് വന്നപ്പോൾ എനിക്കൊരു സംശയം, പട്ടികളുടെ കാര്യമാണോ കുട്ടികളുടെ കാര്യമാണോ? കാരണം കുട്ടികളെ പറയണതെന്ന് വെച്ചാൽ ഓക്കെ, അവർ മുന്നിൽ അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൊക്കെ കളിക്കും. പട്ടികളെന്ന് പറഞ്ഞാൽ രാജകീയ പ്രൗഢിയിൽ തന്നെ വേണമെങ്കിൽ പറയാം. അവർക്ക് അവരുടേതായ കൂടുണ്ട്. അപ്പുറത്തെ സൈഡിൽ കൂടെ പോവാം, ഇപ്പുറത്തെ സൈഡ് ഫുൾ അവർക്കുള്ളത്. ഈ വീടിൻ്റെ ചുറ്റും അതും ഒറ്റ മണ്ണ് ഞങ്ങളുടെ വീട്ടിലില്ല, ഫുൾ സിമൻ്റ് ഇട്ടിട്ട് അവർക്ക് കയറി കിടക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത്രയും എന്താ പറയുക സെറ്റിൽഡ് എന്ന് തന്നെ പറയാം. അവർക്ക് അത്ര വൃത്തിയിലാണ് ഈ ഭാഗം. പിന്നെ ഈ കുട്ടി എവിടെ നോക്കിയിട്ടാണ് ഇങ്ങനൊരു കമൻ്റ് ഇട്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചു നാളെ എങ്ങാനും പതിവ് പോലെ പറ്റും. അപ്പോൾ കുട്ടികളും പറഞ്ഞു മമ്മി പറ്റിയെങ്കിൽ വീടിൻ്റെ ബാക്ക് സൈഡ് ഫുള്ളൊന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ ഓരോ ഭാഗം ഒതുക്കുമ്പോഴും അടിച്ച് കഴുകുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ കുട്ടി എവിടെ നോക്കിയിട്ടാണ് ഈ പട്ടികളെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര സങ്കടം, ഇതുപോലെ മോശമായിട്ട് വളർത്തണ കണ്ടിട്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് കേട്ടോ വന്നത്. ആ കുട്ടിയോട് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പം ഞാൻ തമാശയ്ക്ക് പറഞ്ഞു എൻ്റെ പട്ടിക്കൂടിൻ്റെ അത്ര വൃത്തി ഈ പറയുന്ന കുട്ടിയുടെ വീട്ടിൽ അടുക്കളയിലുണ്ടോ എന്നുള്ളത് ചെന്ന് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞു. കാരണം അതാണ് അതിൻ്റെ ശരി. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ഞാൻ ആപ്റ്റാണോ എന്ന് നോക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ആ കുട്ടി പരിചയമുള്ള കുട്ടിയാണെങ്കിൽ ഒന്ന് ആ കുട്ടിയുടെ വീടും പരിസരവും കണ്ടിട്ട് ഒന്ന് ഞാനും അതുപോലെയൊക്കെ ആക്കാൻ നോക്കണമെന്നുണ്ട്. എനിക്ക് ഇത്രയേ പറ്റുള്ളൂ കേട്ടോ. എൻ്റെ മാക്സിമമാണിത്. ഇതിനേക്കാൾ കൂടുതലൊന്നും എനിക്ക് എൻ്റെ വീട് നോക്കാനായിട്ട് എനിക്ക് പറ്റില്ല. ഞാൻ അതുകൊണ്ട് മനഃപൂർവ്വം ആ കുട്ടിയുടെ പേരൊന്നും പറയാത്തത്. എന്തിനാ വെറുതെ, അതിനൊരു എന്താ പറയുക എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവും നമ്മളോട്, അത് ഈ രീതിയിൽ അങ്ങോട്ട് പുറത്തേക്ക് വിട്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ റോബോട്ടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോ ഭാഗം ഇത് ക്ലീനാക്കി നമ്മളുടെ സ്ഥിരം ഞാൻ ഇത് കത്തിക്കും. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് സന്ധ്യ നേരത്തെ ഒന്നും കത്തിക്കാൻ നിന്നില്ല, കുട്ടികൾ ഫുൾ ടൈം അകത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞത് വീട് ക്ലീൻ ആയതിന് ശേഷം ഞാൻ ഇതൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാനായിട്ടിരുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക ക്ലീനായി കിടക്കുന്ന വീട്ടിൽ ആ ഒരു പുകയുടെ ഒരു അന്തരീക്ഷം, കുന്തിരിക്കാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഇതിപ്പോൾ കുന്തിരിക്കത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും ഒക്കെ ഇങ്ങനെ വരുന്നതാണ് ധൂപിൻ്റെ സംഭവം. അപ്പോൾ അതും കത്തിച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലെന്താ പറയുക നല്ല ഫ്രഷായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയോടായിട്ട് ഞാൻ പറയുക, മോളെ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊന്നുമില്ല, ഒക്കെ നല്ല ക്ലീനായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഈ മോളെ എവിടെയാണ് കണ്ടതെന്ന് എനിക്കറിയില്ല. അതോ ഇനിയിപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരം നോക്കിയിട്ടാണോ അറിയാണ്ട് കമൻ്റ് ഇട്ടതെന്നും എനിക്കറിയില്ല.
എന്തായാലും ഞാൻ ദോഷമൊന്നും പറയില്ല, ഞാൻ ഒന്നും കൂടിയും ശ്രദ്ധിക്കാം കേട്ടോ. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതിന് മേലെ എനിക്ക് എങ്ങനെ ശ്രദ്ധിക്കണം എന്നറിയില്ല. കാരണം അവരുടെ കാര്യത്തിൽ അവർക്ക് പാല് കൊടുക്കേണ്ടടുത്ത് പാല്, ഭക്ഷണം വാരി കൊടുക്കേണ്ടടുത്ത് വാരി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അവർക്കുള്ള ഇറച്ചിയൊക്കെ കൊടുത്ത് അവരെ സുരക്ഷിതമായി പൂട്ടിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങുക. പകൽ മുഴുവൻ അവരിവിടെ കിടന്ന് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അരുതാത്തത് കണ്ടിട്ടാണോ പറയണത് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതാട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിഷയം മുഴുവൻ ഈ ഒരു കമൻറ്റിനോടനുബന്ധിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും കുട്ടികൾ എന്നെ കളിയാക്കുന്നത്, ഓ മമ്മി ഇതാ അവിടെ നോക്കിക്കോട്ടെ ഇവിടെ നോക്കിക്കോട്ടെ. ഞാൻ പറയും പിന്നെ ഇതിനേക്കാൾ കൂടുതലൊന്നും എനിക്ക് നോക്കാൻ പറ്റില്ല. കാരണം മാക്സിമാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. കൊള്ളാം ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മളെക്കുറിച്ച് ഇങ്ങനെ ചെയ്യണം, ഞാനത് കണ്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്. പക്ഷേ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ചു കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞു വരണേന്ന്. ഈ 3 പട്ടികളെ വെച്ചിട്ട് അത് കുട്ടികൾ ആ വെള്ളത്തിൽ കളിക്കും അങ്ങനെ പറയുന്ന വിചാരിച്ചു. പക്ഷേ കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയിട്ടാണ്. ഇപ്പോൾ നിങ്ങളും കേട്ടപ്പോൾ വിചാരിച്ചിട്ടോ ഇത് എന്ത് കണ്ടിട്ടാണ് ഈ കുട്ടി പറഞ്ഞതെന്ന്. ആ കുട്ടിയുടെ വിവരദോഷം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇത് കഴിഞ്ഞിട്ടുള്ള പിന്നാമ്പുറത്തെ ഫോട്ടോസ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ഫോട്ടോസ് വെറുതെ ആവശ്യമില്ലാണ്ട് ഇട്ടത് ഈ ഒരു ടോപ്പിക്ക് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഡ്രസ്സ് മാറി ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഡിവൈനോട് ഓൾറെഡി. അപ്പോൾ അവർ കുട്ടികൾ പറയും മമ്മിക്ക് ഏറ്റവും നല്ലത് ഇതാവുമ്പോൾ എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ കൊടുക്കണം. ഞാൻ പറഞ്ഞു സാരമില്ല, എനിക്കിതാ ശീലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് മാറി പിന്നെ അതിന് വേണ്ടി മെനക്കെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷം. ഡോണിനെ വിഷ് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരയ്ക്ക് ബൈ.